മോത്തി കുന്നിടിച്ചുണ്ടാക്കിയ ഒരു റോഡാണ് ഈ പാത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും മണ്ണ് ഇടിഞ്ഞ് ആ റോഡിലേക്ക് വീഴുകയും വലിയ അപകടമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പലപ്പോഴായി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഉണ്ടായത് വലിയ ഒരു ദുരന്തം തന്നെയായി മാറിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യാപ്തിയിൽ ഇത് മനസ്സിലാകുമെന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇവിടെ കാണുന്ന ഈ ചെറിയ ഈ പൊട്ടുപോലെ കാണുന്നത് ഒരു കൂറ്റൻ ടാങ്കറും 2 JCB-കളുമാണ്. ഇതൊരു പൊട്ടുപോലെ കാണുകയും ഇവിടെ കാണുന്ന ഈ മണ്ണിൻ്റെ വലിപ്പവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വലിയ രീതിയിലുള്ള അപകടമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന്. മീറ്റർ കണക്കിന് കുന്ന് അതുപോലെ തന്നെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് വീണിരിക്കുകയാണ്. ഈ വാഹനങ്ങളെക്കാൾ ഇരട്ടി വലിപ്പത്തിൽ ഈ ഭാഗത്ത് ഈ പറയുന്ന ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അത്രയ്ക്ക് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒന്നുകിൽ ഈ വശത്ത് നിന്ന് മണ്ണ് നീക്കി വരണം, അല്ലെങ്കിൽ മറുവശത്ത് നിന്ന് മണ്ണ് നീക്കി വരണം. ഈ 2 വശത്തു നിന്ന് മാത്രമേ മണ്ണ് നീക്കി വരാൻ കഴിയുകയുള്ളൂ. അവിടെ ഇപ്പോൾ റെഡ് അലർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്യുകയാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കൂടുതൽ ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഈ തൊട്ട് താഴെ കാണുന്ന ഇതെന്ന് പറയുന്നത് ഗംഗാവാലി നദിയാണ്. ഈ കുത്തി ഒലിച്ചു പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഈ മണ്ണും ചെളിയും ഒക്കെ കലർന്ന നദി കുത്തി ഒഴുകി പോവുകയാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ഒഴുകിയാണ് മലയിൽ നിന്ന് അറബിക്കടലിലേക്ക് നദി പതിക്കുന്നത്. അതിൻ്റെ ഒരു ഭീകര സാഹചര്യം കൂടി അവിടെ നിലവിലുണ്ട്. ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ ഒരു നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്രയും ഭീകരമായ രീതിയിലൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കൊച്ചി പനവേലി ദേശീയപാതയാണ്. ഈ ഭാഗത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് കാടിനകത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇപ്പോൾ നമ്മുടെ MVD ഉദ്യോഗസ്ഥർക്കായിരുന്നാലും മാധ്യമപ്രവർത്തകർക്കായിരുന്നാലും ഈ അപകടം നടന്നതിൻ്റെ ഒരു 200 മീറ്റർ മാറിയാണ് അവർ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇവിടേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ലളിതമല്ല, അതീവ ദുഷ്കരം തന്നെയാണ്. ഈ മേഖല എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ലോലമായ പ്രദേശമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മണ്ണിടിച്ചിലുണ്ടാകാം. ഈ നീർച്ചാലുകളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വെള്ളം ഒഴുകി വരുന്നതൊക്കെ കാണാം. അത്രയ്ക്ക് അപകടകരമായ സ്ഥിതി തന്നെയാണുള്ളത്. എന്തായിരുന്നാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ശുഭവാർത്തയ്ക്ക് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നു.